അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സെഷൻ. ഇപ്പോ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സെഷൻ. അതായത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ നമുക്കുള്ളത് ക്ലാസിക്കൽ ഡെഫിനേഷൻ, ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ, അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, പിന്നെ പ്രോബബിലിറ്റിയിലെ തിയറംസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ബേസ് തിയറം. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് തിയറംസ്, പ്രോബബിലിറ്റിയിൽ വരുന്ന തിയറംസ് വരെയാണ് എടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അതായത് എന്താണ് പ്രോബബിലിറ്റി, അതിന്റെ ബേസിക് കൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതലേ കേട്ടു തുടങ്ങുന്ന കാര്യമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാൻസ് അല്ലെ. മേ ബി, മേ ഓർ മേ ബി എന്നുള്ള രീതിയിൽ വരും. നടക്കാം അല്ലെങ്കിൽ നടക്കാണ്ടിരിക്കാം എന്നുള്ളൊരു ചാൻസിനാണ് നമ്മൾ എന്താ പറയാ, പ്രോബബിലിറ്റി എന്ന് പറയുക. അപ്പോ ഈ ദ വേർഡ് ചാൻസ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അൺസർട്ടനിറ്റി, അതായത് എന്താണ്, ഒരു സർട്ടനിറ്റി ഇല്ല, അതാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ദ വേർഡ് ചാൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഈസ് ആൻ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. ചിലപ്പോ നടക്കാം അല്ലെങ്കിൽ നടക്കാണ്ടിരിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നതാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ആൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസ് ആണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മെഷർ ചെയ്യുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ് പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത്. അതായത് 0 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഇവന്റും അബ്സല്യൂട്ട് സർട്ടനിറ്റി, അതായത് ഷുവർ ഇവന്റ് ആയിട്ടുള്ളത് ഏതാണ്, 1 ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും ഇതിനും ഇടയ്ക്കാണ് ലൈ ചെയ്യുന്നത്, 0ക്കും 1നും ഇടയ്ക്കാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ പ്രോബബിലിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് നമ്മള് പണ്ട് മുതലേ, അതായത് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ ആദ്യം പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2-3 എക്സാമ്പിൾസിനെ കുറിച്ചാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് കോയിൻ ടോസ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ. എപ്പോഴും നമ്മളൊക്കെ അല്ലെ, കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 തരത്തിലുള്ള ഔട്ട്കംസ് ആണ് കിട്ടുന്നത്. ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടുന്നതിന്റെ പ്രോബിലിറ്റി എന്താന്ന് വെച്ചാൽ 1/2 ആണെന്ന് പറയും. അതായത് ടോട്ടൽ ഔട്ട്കംസ് ആണ് നമ്മൾ ഡിനോമിനേറ്റർ എഴുതുന്നത്. എന്നിട്ട് കിട്ടാനുള്ള ചാൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂമറേറ്ററിൽ എഴുതുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് അതിന്റെ എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ ടെയിൽ കിട്ടേണ്ട പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1/2 ആണ്. അപ്പൊ പ്രോബിലിറ്റിയുടെ ഒരു എക്സാമ്പിളിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. ഒരു കോയിൻ ടോസ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. കോയിൻ ടോസ് ചെയ്യുന്ന 2 ഔട്ട്കംസ് ആണ് വരുന്നത്. ഔട്ട്കംസ് മീൻസ് റിസൾട്ട്സ് ആണ്. 2 റിസൾട്ട് ആണുള്ളത്. ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആണ്. ഹെഡ് കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ടെയിൽ കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ ഒരു ഡൈ ത്രോ ചെയ്യുന്നത് നമ്മൾക്കറിയാം, ഡൈസ് എന്താന്നുള്ളത് അറിയാം. ഏണിയും ബാബു കളിക്കുന്ന നമ്മൾക്കറിയാം എന്താണ് കട്ട്. അതിനകത്ത് എത്രയൊക്കെ ഉണ്ട്, 1 2 3 4 5 6 ആണ് അതിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് അല്ലെ, റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഓരോന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റിയും, അതായത് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, അതായത് മൊത്തം 6 എണ്ണമുണ്ട്. ആ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിലല്ലേ നമുക്ക് വരിക. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ പ്രോബിലിറ്റിയുടെ ബേസിക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് there are 5 balls in a bag. ഒരു ബാഗില് 5 ബോൾ ഉണ്ട്. അതിനകത്ത് ഔട്ട് ഓഫ് വിച്ച് 4 are blue and 1 is red. 4 ബ്ലൂ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്. അപ്പൊ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ മൊത്തവും നമ്മുടെ കയ്യിൽ 5 ബോൾ ഉണ്ട്. ടോട്ടൽ 5 ബോൾസ് ആണ്. അതിനകത്ത് 4 ബ്ലൂ ബോൾസ് ഉണ്ട്, ഒരു റെഡ് ബോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബ്ലൂ ബോൾ ഈസ് സെലക്ടഡ്? ഒരു ബ്ലൂ ബോൾ സെലക്ട് ചെയ്യേണ്ട പ്രോബിലിറ്റി എന്താണ്? അപ്പൊ നമുക്കറിയാം മൊത്തം ബോൾസ് 5 ആണ് അല്ലെ. അപ്പൊ 5 ഡിനോമിനേറ്ററിൽ വരണം. അതിൽ ബ്ലൂ ബോൾസ് എത്രയാണ്, 4 എണ്ണം അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം, മോളിൽ വരണം. സോ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബ്ലൂ ബോൾ ഈസ് 4/5. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ റെഡ് ബോൾ? എന്തായിരിക്കും? ഇൻസ്റ്റെഡ് ഓഫ് യോ ബ്ലൂവിന് പകരം റെഡ് ചോദിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും? മൊത്തം 5 എണ്ണം ഉണ്ട് അല്ലെ. അതിനകത്ത് ഒരു റെഡ് ബോൾ അല്ലേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും, 1/5. യു ക്യാൻ യൂസ് ദ ചാറ്റ് ബോക്സ് കേട്ടോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ
അപ്പോ കണ്ടോ 4/5 അതാണ് നമ്മുടെ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസിലോട്ട് കിടക്കുവാണ് പ്രോബിലിറ്റിയുടെ. നമ്മൾ ഓൾറെഡി മറ്റേത് തുടക്കത്തിൽ നമ്മൾ ഒരു ഇൻട്രോ പറഞ്ഞപ്പോ പറഞ്ഞു പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും ലൈ ചെയ്യുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്. ഇമ്പോസിബിൾ ഇവന്റ് ആണ് 0 എന്ന് പറയുന്നത്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സംതിങ് സർട്ടൻ ടു ഒക്കർ ഈസ് 1. ദാറ്റ് മീൻസ് ഷുവർ ഇവന്റ്, ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് 1ഉം, നടക്കാൻ സംഭവമില്ലാത്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത് 0യും വരുന്നത്. പിന്നെ പ്രോബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. പ്രോബിലിറ്റി ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആകത്തില്ല. പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും ഏതിനും ഇടയ്ക്കായിരിക്കും, 0ക്കും 1നും ഇടയ്ക്കായിരിക്കും പ്രോബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബിലിറ്റി പറയുന്നതിന് മുൻപ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ടേം. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് ഈ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ എന്താണ് 11th 12th ഓൺവേർഡ്സ് വി വിൽ സ്റ്റാർട്ട് ദ എക്സ്പെരിമെന്റ്സ് അല്ലെ. നമ്മൾ എന്താണ് നടത്തുന്നുണ്ട് എക്സ്പെരിമെന്റ്സ്, അതായത് ഫിസിക്സ് നടത്തുന്നുണ്ട്, കെമിസ്ട്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിൽ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യും, ഒരൊറ്റ റിസൾട്ട് ആയിരിക്കും ഫൈനൽ ആയിട്ട് കിട്ടുക. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നായിരിക്കും. പക്ഷെ അതേ സമയം ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്. ആൻഡ് എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ട്രയൽസ്. ഒന്ന് മാത്രമല്ല, ഒരുപാട് ട്രയൽസിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ 2-3 കാര്യങ്ങളാണ് അതിനകത്ത് ഓർക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് അതിനകത്ത് മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ഇത് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ, ഞാനിപ്പോ ഒരു 2 കോയിൻ ടോസ് ചെയ്യുവാണെന്ന് പറയുന്നു. 2 കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെ ആയിരിക്കും പറഞ്ഞേ? 2 കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഔട്ട്കം ഒന്ന് എച്ചും മറ്റൊന്ന് ടിയും ആണെന്നറിയാം അല്ലെ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്കം എന്ന് പറയുന്നത് എച്ചും ടിയും ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട്സ് എന്തൊക്കെ ആയിരിക്കും? നമുക്കറിയാം എച്ച് വരാം അല്ലെ, പിന്നെ HT വരാം, പിന്നെ ഒരു TH വരാം, പിന്നെ TT വരാം ആണല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഞാനിപ്പോ ഇടാൻ പോകുന്നതിൽ ഞാൻ 2 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. ഈ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് തന്നെ 2നും വരും എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ചിലപ്പോ വരാം, ചിലപ്പം വരാണ്ടിരിക്കാം അല്ലെ. ആ ഒരു കണ്ടീഷനാണ് സംടൈംസ് മേ ബി, ചിലപ്പോ വരാം, ചിലപ്പം വരാതിരിക്കാം. അങ്ങനെ വരുന്നതാണ് എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് എനിക്കിപ്പോ 2 ഹെഡ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുവാണെങ്കിൽ എനിക്കത് എത്രത്തോളം വേണമെങ്കിലും ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് കിട്ടുന്നത് വരെയും എനിക്ക് എന്ത് ചെയ്യാം, എന്റെ എക്സ്പെരിമെന്റ് എനിക്ക് നടത്തിക്കൊണ്ടേയിരിക്കാം. എനിക്ക് 2 കോയിനും ടോസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ആൻ എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ട്രയൽസ്. ഒരുപാട് ട്രയൽസ് വരുന്ന എക്സ്പെരിമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോയിങ് 10 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. അതായത് ഒരു പാക്ക് ഓഫ് കാർഡ്, അതായത് ഒരു പാക്കിൽ 52 കാർഡ് ഉണ്ടെന്ന് അറിയാം അല്ലെ. ആ 52 കാർഡിൽ നിന്ന് ഏതെങ്കിലും 10 എണ്ണം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഫ്ലിപ്പിംഗ് എ കോയിൻ 2 ടൈംസ്. ഒരേ കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ഇതെല്ലാം റാൻഡം എക്സ്പെരിമെന്റ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് റാൻഡം എക്സ്പെരിമെന്റ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാ? ഇറ്റ് ഹാസ് മോർ ദാൻ 1 ഔട്ട്കം. It is not possible to predict in advance. It can be repeated any number of trials under identical conditions. Identical ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റിന്റെ definition എന്ന് പറയുന്നത്. അപ്പൊ എന്താ, it has more than 1 outcome. It is not possible to predict the outcome in advance. It can be repeated any number of trials under identical conditions. ഇനി നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും വേണം. ട്രയൽ, ഫസ്റ്റ് വൺ ട്രയൽ. ട്രയൽ എന്ന് പറഞ്ഞാൽ എ ട്രയൽ ഈസ് ആൻ ആക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ വൺ ഓർ സെവറൽ പോസിബിൾ ഔട്ട്കംസ്. ഒരു ട്രയൽ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. അതെന്താണ്, ഒരുപാട് ഔട്ട്കംസ് വരുന്നതിൽ ഉണ്ടാവുന്ന ആ ഒരു ആക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയൽസ്. അതായത് കോയിൻ ഫ്ലിപ്പ് ചെയ്യുക, റോളിംഗ് എ ഡൈ, ഡ്രോയിങ് എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്, ഇതെല്ലാം ട്രയൽസ് ആണ്. അതായത് എനിക്കിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യണം, 2-3 പ്രാവശ്യം ട്രയൽ നടത്തണം എന്ന് പറയുന്നതാണ് അല്ലെ. അതാണ് എന്ത് പറയുന്നത്, ട്രയൽ എന്ന് പറയുന്നത്. ഇനി ഔട്ട്കം. ഔട്ട്കം എന്ന് പറയുന്നത് ഒരു
ഒരു സിംഗിൾ ട്രയലിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു 1 കോയിൻ കിട്ടുന്നതിന്റെ ഔട്ട്കം ആണ് എച്ചും ടിയും, 2 കോയിൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ആണ് HH, HTT. അങ്ങനെയാണെങ്കിൽ 3 കോയിൻസ് ഔട്ട്കം ചെയ്യുന്നത് എന്തായിരിക്കും, ഔട്ട്കംസ് എന്തൊക്കെ ആയിരിക്കും പറഞ്ഞേ? 3 കോയിൻ. അപ്പൊ 1 കോയിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു, എച്ചും ടിയും. 2 കോയിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ്, HH, HT അല്ലെ, TH, TT. ഇനി അതുപോലെ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും? 3 ഹെഡ് വരാം അല്ലെ, പിന്നെ എന്തോരും 2 ഹെഡും ഒരു ടെയിലും വരാം അല്ലെ, പിന്നെ ഹെച്ചും ടെയിലും ഹെച്ചും വരാം അല്ലെ, അതുപോലെ THH വരാം അല്ലെ, ഇനി അതുപോലെ TTH വരാം അല്ലെ, അതുപോലെ THT വരാം അല്ലെ, പിന്നെ എന്താണ്, പിന്നെ എന്ത് വരാം പറഞ്ഞേ? HTT എടുത്തില്ല അല്ലെ നമ്മൾ, അതെടുക്കാം നമുക്ക്. അടുത്തത് നമ്മൾ എന്തെടുക്കുന്നു, HTT അല്ലെ. അതിവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ ഏതുണ്ട്, 3 ടി ഉണ്ട് അല്ലെ. അങ്ങനെ മൊത്തം എത്ര എണ്ണം നോക്കി, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അപ്പൊ 3 കോയിൻ ടോസ് ചെയ്യും. എങ്ങനെ മനസ്സിലായി 8 എണ്ണേ ഉള്ളൂ എന്നുള്ളത്? അതായത് 1 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 അവിടെ എന്ത് വരും, 1 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 raised to 1, അതായത് 2 ഔട്ട്കം ആണ് ഉള്ളത്. കണ്ടോ, ഇതൊരു ഔട്ട്കം, ഇത് വേറൊരു ഔട്ട്കം, 2 ഔട്ട്കം. അതേസമയം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ ഔട്ട്കംസ് ആണ്, അതായത് 4 എണ്ണം. കണ്ടോ, 1, 2, 3, 4. അതേപോലെ 3 ആവുമ്പോൾ 2 raised to 3 എത്രയാണ്, 8 ഔട്ട്കംസ് ആണ്. കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ആവുമ്പോ എന്ത് വരും, 2 raised to 4 വരും അല്ലെ. 2 raised to 4 എന്ന് പറയുമ്പോ എത്ര വരും, 16 വരും. അപ്പം എത്ര കോയിൻ ഉണ്ട് ആ പവർ എന്ത് ചെയ്താൽ മതി, മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതാണ് നമ്മുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു സിംഗിൾ ട്രയലിൽ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്കം എന്ന് പറയുന്നത്. ഈ ഔട്ട്കം എല്ലാം കൂടെ സെറ്റിന്റെ ബ്രാക്കറ്റിൽ ഇട്ടപ്പോ കണ്ടോ, സെറ്റിന്റെ കേർലി ബ്രേസസിലല്ലേ ഞാൻ ഇട്ടേക്കുന്നത്. അതായത് ഇതിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. അതിനെ പറയുന്ന പേരാണ് എന്താണ്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. The set of all possible outcomes of a random experiment is called the sample space. The sample space is usually listed in curly brackets. ഇനി അതുപോലെ അടുത്ത പറയുന്ന സാമ്പിൾ പോയിന്റ്. എന്താ സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്? ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെന്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. ഈച്ച് എലമെന്റ് ഇൻ ദ സാമ്പിൾ സ്പേസ്, സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെന്റിനെയും, അതായത് ഇവിടുത്തെ എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ എച്ചും ടിയും അല്ലെ, എച്ചും ടിയും ആണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ HH, HT, TH, TT ഇതാണ് അവിടുത്തെ സാമ്പിൾ പോയിന്റ്സ് പറയുന്നത്. ഇത് HHH, HHT, HTH, THH ഇങ്ങനെ ഓരോന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രയൽ എന്താണ്, ഔട്ട്കം എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ്, സാമ്പിൾ പോയിന്റ് എന്താണ്, ഇതെല്ലാം ബേസിക് ഡെഫിനിഷൻസ് ആണ്. ഇതേ കണ്ടോ, ഞാൻ അതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടോസിങ് എ കോയിൻ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡും കിട്ടും ടെയിലും കിട്ടും. അതിനെയാണ് എന്താ പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഡൈ റോൾ ചെയ്യുമ്പോഴത്തേക്കും 1, 2, 3, 4, 5, 6 ആണ്. ഒരു ട്രൂ ഓഫ് ഫോൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ട്രൂ ഓഫ് ഫോൾസോ ആയിരിക്കും അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ HH, HT, TH, TT ഇതാണ് എന്താ പറയുന്നത്, 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ്. ഇനി അടുത്താണ് നമ്മൾ പ്രധാനമായിട്ടുള്ളതിൽ പോകുന്നത്, ഇവന്റ്സ്. എന്താന്ന് വെച്ചാൽ ഇവന്റ് എന്ന് പറയുന്നത്, ഇവന്റ് വി മീൻ 1 or more ഔട്ട്കം, ഒന്നോ അതിൽ കൂടുതലുള്ള ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഗെറ്റിംഗ് എ ടെയിൽ ഇൻ എ കോയിൻ ടോസ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടെയിൽ, അതാണ് അവരുടെ ഇവന്റ് എന്ന് പറയുന്നത്. റോളിംഗ് എ 5 ഓൺ എ റോൾ ഓഫ് ഡൈ, ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന 5 അല്ലേ, അതിനെയാണ് ആ 5 എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവന്റ് ക്യാൻ ഇൻക്ലൂഡ് സെവറൽ ഔട്ട്കംസ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ 2 എണ്ണം 1 ഔട്ട്കം വന്നിട്ടുള്ളതാണ്. അടുത്തത് എന്താണ്, ചൂസിങ് എ കിങ് ഫ്രം ഡെക്ക് ഓഫ് കാർഡ്സ് എനി ഓഫ് ദി 4 കിങ്സ്, അതായത് 4 കിങ്ങിൽ നിന്നും ഏതെങ്കിലും ഒരു കിങ്ങിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, അവിടുത്തെ ഇവന്റ് എന്ന് പറയുന്നത്. ഈ റോളിംഗ് ആൻഡ് ഈവൻ നമ്പർ ഓൺ എ ഡൈ, അതായത് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് ഔട്ട്കംസ്, 1, 2, 3, 4, 5, 6 ആണ്. അതിനകത്ത് ഈവൻ നമ്പർ ആണ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഈവൻ നമ്പേഴ്സിനകത്ത് ഏതൊക്കെയാണ്, 2, 4, 6. അപ്പൊ അതാണ് അവിടുത്തെ ഇവന്റ് എന്ന് പറയുന്നത്. Therefore,
An event is a set of outcomes which have some characteristics in common. ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരിക്കും. ഔട്ട്കമ്മുകളില് ഒരു പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 5 ഇൻ എ ഡൈ ടോസിംഗ് എക്സ്പെരിമെന്റ്. ഒരു ഡൈ ടോ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതിനകത്ത് 5-നേക്കാളും ചെറുതായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1, 2, 3, 4. നമുക്ക് ആ പെക്യൂലിയാരിറ്റി കിട്ടും അല്ലെ? അതാണ് ഇവിടുത്തെ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇവന്റ്. അങ്ങനെയാണ് ഗെറ്റിംഗ് ബ്ലാക്ക് ഓർ ഫേസ് കാർഡ് വെൻ 4 കാർഡ്സ് ആർ ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് 4 കാർഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബ്ലാക്കോ ഫേസ് കാർഡോ കിട്ടണം. ഇങ്ങനെ പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഔട്ട്കം തന്നെയാണ്. അതിനൊരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്ത് കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. ഇനി ആൻ ഇവന്റ് വിത്ത് വൺ ഔട്ട്കം ഈസ് കോൾഡ് എ സിമ്പിൾ ഇവന്റ്. ഒരു ഔട്ട്കമേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേര് സിമ്പിൾ ഇവന്റ് എന്നും. വിച്ച് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഔട്ട്കം, ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ഇവന്റ്. ഒരു ഇവന്റേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഇവന്റ് എന്നും, ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് ഇവന്റ് ആണ്. ദാറ്റ് ഈസ് എ കോമ്പൗണ്ട് ഇവന്റ് കൺസിസ്റ്റ് ഓഫ് 2 or more സിമ്പിൾ ഇവന്റ്സ്. ഒരു കോമ്പൗണ്ട് ഇവന്റിൽ 2 അതിൽ കൂടുതലോ സിമ്പിൾ ഇവന്റ്സ് ഉണ്ടായിരിക്കാം. ഇനി നമ്മൾ വീണ്ടും അടുത്ത സം ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബിലിറ്റീസ് പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പ്രോബിലിറ്റിയുടെ വാല്യൂ എന്തിനു വേണ്ടിയായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. 0 ഇമ്പോസിബിൾ ഇവന്റ് ആയിരിക്കും, 1 ഷുവർ ഇവന്റ് ആയിരിക്കും. ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രോബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. ഇവിടെ നമ്മൾ പറയുന്നത് ദ സാമ്പിൾ സ്പേസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു ഇതാണ്. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്കംസിന്റെ എല്ലാം സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, സാമ്പിൾ പോയിന്റ്, സാമ്പിൾ സ്പേസ്. എ സാമ്പിൾ പോയിന്റ് ഇസ് ജസ്റ്റ് വൺ പോസിബിൾ ഔട്ട്കം. അതിനകത്ത് കിട്ടുന്ന ഒരു ഔട്ട്കമിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. ആൻഡ് ഇവന്റ് ക്യാൻ ബി 1 or more ഓഫ് ദി പോസിബിൾ ഔട്ട്കംസ്. ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലുള്ള പോസിബിൾ ഔട്ട്കമിനെയാണ് നമ്മൾ എന്താ പറയാ, ഇവന്റ് എന്ന് പറയുക. ഇനി പ്രോബിലിറ്റി ഇസ് ദ ലൈക്ലിഹുഡ് ഫോർ ദി ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇവന്റ് സംഭവിക്കാനുള്ള ലൈക്ലിഹുഡ് ഇവന്റ് ആണ് എന്ത് പറയുന്ന പ്രോബിലിറ്റി ഇവന്റ് എന്ന് പറയുന്നത്. ഇവന്റ് ഈസ് ആൻ ഔട്ട്കം ഓർ ഒക്കറൻസ് വിത്ത് എ പ്രോബിലിറ്റി അസൈൻഡ് ടു ഇറ്റ്. ഇനി നമുക്ക് 2 തരത്തിലുള്ള ഇവന്റ്സ് ആണ് പഠിക്കേണ്ടത്. ഒന്ന് ഈക്വലി ലൈക്ലി ഇവന്റ്സും മറ്റൊന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും. ഇപ്പൊ ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതൽ ഇവന്റ്സ് എടുക്കുന്നു. അതിനകത്ത് ഹാവ് ദി സെയിം പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ്, ഒരേ പ്രോബിലിറ്റി തന്നെ വരാനുള്ള ചാൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, കോയിൻ ടോസ് ചെയ്യുന്നു അല്ലെ. നമ്മൾ ആദ്യമേ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാന്ന് നമ്മൾ പറഞ്ഞു? ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 അല്ലെ. ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 1/2 അല്ലെ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. അതായത് പ്രോബിലിറ്റി കിട്ടുന്നത് എന്താണ്, സെയിം തന്നെ. ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ചാൽ എന്താണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ്? 2 or more events that have the same probability of occurrence are called equally likely events. 2 അതിൽ കൂടുതൽ ഇവന്റ്സിന് എന്താണ് സെയിം, എന്താണ് 2 അതിൽ കൂടുതൽ ഇവന്റ്സിന് സെയിം പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ, 1/6 ആണെന്ന് അറിയാം. പിന്നെ നമുക്ക് എന്താണ് 2 കിട്ടാനുള്ള പ്രോബിലിറ്റി, അതും 1/6 ആണ്. 3 കിട്ടാനുള്ള പ്രോബിലിറ്റി അതും 1/6 ആണ്. സോ വി ക്യാൻ ഏബിൾ ടു സേ ദാറ്റ് പർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ആസ് ഈക്വലി ലൈക്ലി ഇവന്റ്സ്. ഈക്വലി, കാരണം അതിന്റെ പ്രോബിലിറ്റി എടുത്തപ്പോ അതിനകത്ത് എല്ലാത്തിനും എന്താണ്, ഒരേ പ്രോബിലിറ്റി ആണ് വരുന്നത്. അങ്ങനെയുള്ളതിനാണ് എന്താ പറയുന്നത്, ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ബേസിക് ഡെഫിനിഷൻസ് ഒന്നും ബൈഹാർട്ട് പഠിക്കണം, പക്ഷെ കാര്യം മനസ്സിലാക്കി വെച്ചാലേ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. അടുത്ത എന്താ പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. എന്താണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ,
Two events are mutually exclusive if they cannot occur simultaneously. ഒരുമിച്ച് വരാൻ പാടില്ലാത്ത ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പൊ ഞാൻ ഇതിനകത്തില്ലാത്ത, ഞാനിപ്പോ എഴുതിയിരിക്കുന്ന അല്ലാത്തൊരു എക്സാമ്പിൾ പറയുവാണേ. അപ്പൊ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഡൈ ത്രോ ചെയ്തപ്പോ ഞാൻ പറയുന്നു ഈവൻ എന്താണ് അതിനകത്ത് കിട്ടിയ ഇതിനകത്ത് കിട്ടുന്ന ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 ആണ് അല്ലെ? ഇതിനകത്ത് ഞാൻ പറയുന്നു എനിക്ക് ഈവൻ നമ്പേഴ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പൊ ഈവൻ നമ്പേഴ്സ് കിട്ടുന്ന ഇവന്റ്സ് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2 4 6 ആണ്. പിന്നെ ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയ, അപ്പൊ ഇത് ഞാൻ എ എന്ന് പറഞ്ഞ് എടുക്കുന്നു. അടുത്ത ഇവന്റ് ബി എടുക്കാന്ന് വെച്ചാൽ ഈവന്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഔട്ട് നമ്പേഴ്സ് പറയുന്നു. അപ്പൊ എനിക്കറിയാം 1 3 5 എടുക്കാം. ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുക്കുന്നു, കോമൺ ആയിട്ടുള്ള എടുക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും കോമൺ ആയിട്ട് ആൾക്കാരുണ്ടോടെ? ആരുമില്ല അല്ലെ? അതായത് നൾ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഏബിൾ ടു സേ ദാറ്റ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. അപ്പൊ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് രണ്ട് ഇവന്റ്സിനകത്തും കോമൺ ആയിട്ട് ആരും വരാൻ പാടില്ല. അതാണ് അവിടെ പറയുന്നത്. Two events are mutually exclusive if they cannot occur simultaneously. ഒരേപോലെ വരാനേ പാടില്ല. All simple events are mutually exclusive. ഒരു സിമ്പിൾ ഇവന്റ്സ്, അതായത് ഇപ്പം ഹെഡ് ഒരു എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റാണ് ഞാൻ നടത്തുന്നത്. അതിനകത്ത് എനിക്ക് ഹെഡ് കിട്ടേണ്ടത്, ഹെഡ് കിട്ടാന്ന് വെച്ചാൽ എച്ച് മാത്രമല്ലേ കിട്ടുള്ളൂ, ടെയിൽ കിട്ടേണ്ടത് ടെയിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. ഇത് രണ്ടിനും തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും? നൾ സെറ്റ് അല്ലേ? അപ്പം ഇഫ് എ കോയിൻ ടോസ്റ്റ് ഐദർ ദി ഹെഡ് ഓർ ടെയിൽ ക്യാൻ ഒക്കർ ബട്ട് നോട്ട് ബോത്ത്. ഒന്നേ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം, രണ്ടും കൂടെ കിട്ടില്ലല്ലോ. അതേപോലെ ഒരു ന്യൂ ബോൺ ബേബി ഐദർ എ ബോയ് ഓർ എ ഗേൾ ആയിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ബേസിക്കലി ഇത്ര ഓർത്താൽ മതി. ഇന്റർസെക്ഷൻ എടുക്കുമ്പോ അതിനകത്തുള്ള കോമൺ എലമെന്റ്സ് നോക്കുമ്പോ അതെന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള, അതായത് അതിനകത്ത് കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. The following pairs of events are mutually exclusive. But turning left and turning right. നമുക്ക് ഒരേ സമയം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ടേൺ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. Occurrence of head and occurrence of tail in a coin toss. ഒരേ കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു, ഒരേ സമയം നമുക്ക് ഹെഡും ടൈലും കിട്ടുമോ? ഇല്ലല്ലോ. A card drawn from a deck of cards is king, then that is an ace. King ആണ്, അത് ace ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻ പറ്റുമോ? ഇല്ല. അപ്പൊ what events are not mutually exclusive? എങ്ങനെയുള്ള events ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്തത്? The event that a card drawn from a deck of cards is a king and that is a heart are not only mutually exclusive. അതായത് 52 കാർഡ് ഉള്ളതില് ഏസും കിങ്ങും വന്നാൽ അതെന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. പക്ഷേ ഏസും കിങ്ങും മ്യൂച്വലി എക്സ്ക്ലൂസീവും ഹാർട്ടും കിങ്സും അല്ല. കാരണം ഹാർട്ടിനകത്ത് ആരുണ്ട്? കിങ്സ് ഉണ്ടല്ലേ? അപ്പൊ അതും രണ്ടും എന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഓക്കെ ആണല്ലോ? Mutually exclusive means you can't get both events at the same time. ഒരേ സമയത്ത് ഒരേപോലെ രണ്ട് ഇവന്റ്സ് കിട്ടൂല. It is either one or the other or both, not both, but not both. ഇനിയുള്ളതാണ്. അപ്പം ക്ലിയർ ആയോ? നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് എക്സോസ്റ്റീവ് ഇവന്റ്സ്. എക്സോസ്റ്റീവ് ഇവന്റ്സ് പറയുമ്പോൾ എന്താണ്? ഇഫ് ദേ ഓൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സാമ്പിൾ സ്പേസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇവിടെ വീണ്ടും പറയുവാണ്. ഏതാണ്? എന്താ ഇവിടെ ഞാൻ പറയുന്നുണ്ട്. എന്താ? സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 ആണ്. എ എന്ന് പറയുന്ന 1 3 5 ആണ്. ബി എന്ന് പറഞ്ഞ 2 4 6 ആണ്. നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. എ യൂണിയൻ ബി എടുത്താൽ ഇവിടെ എന്ത് തന്നെ കിട്ടും? യൂണിയൻ മീൻസ് എല്ലാം ഒരുമിച്ച് എഴുതുന്നത് അല്ലെ? 1 2 3 4 5 6 ആണ്. അതായത് ഫുൾ സാമ്പിൾ സൈസ് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോസ്റ്റീവ് ഇവന്റ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഞാൻ നേരത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സാമ്പിൾ പറഞ്ഞല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തിനും കൂടെ ഒരു എക്സാമ്പിൾ ആണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവന്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവിനും എക്സോസ്റ്റീവിനും എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ക്ലിയർ ആയോ? ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റും യൂണിയൻ എടുക്കുമ്പോൾ ഫുൾ സാമ്പിൾ സ്പേസും കിട്ടുവാണെങ്കിൽ അതിന് എക്സോസ്റ്റീവ് എന്നും, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് ആണെങ്കിൽ അതിന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ സിലബസിലുണ്ട്
ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, ദാറ്റ് ഈസ് എ ബേസിക് വൺ. ക്ലാസിക്കൽ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. എന്താണ് പ്രോബിലിറ്റി? നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതിനെ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് പറയുന്നത്? ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിക്കൽ ഡെഫിനിഷൻ യൂസസ് സാമ്പിൾ സ്പേസസ് ടു ഡിറ്റർമിൻ ദ ന്യൂമറിക്കൽ പ്രോബിലിറ്റി ദാറ്റ് ഓൺ ഇവന്റ് വിൽ ഹാപ്പൻ. അപ്പൊ സാമ്പിൾ സ്പേസുമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് കണ്ടോ, ദ പ്രോബിലിറ്റി ഓഫ് എനി ഇവന്റ് എ ഈസ് number of outcomes in A divided by number of outcomes in sample space n of A divided by n of s. A എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഇതിനകത്ത് എത്രയുണ്ട് എന്ന് നോക്കും. അത് ഡിവൈഡഡ് ബൈ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമുക്ക് പറയുന്ന ആൾക്കാർ എത്രയുണ്ട് ഡിവൈഡഡ് ബൈ അതിനകത്ത് മൊത്തത്തിൽ എത്ര പേരുണ്ട് എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്ന ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി. നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ പർട്ടിക്കുലർ സെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ പ്രോബിലിറ്റി assumes that all outcomes in the sample space are equally likely and mutually exclusive. ക്ലാസിക്കൽ പ്രോബിലിറ്റി അസ്യൂം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ ഔട്ട്കംസ് എന്താണ്? ഈക്വലി ലൈക്ലി ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതിന്റെ പ്രോബിലിറ്റീസ് എല്ലാം സെയിം ആണ് അല്ലെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇവന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസിക്കൽ പ്രോബിലിറ്റി വെച്ചിട്ട് അതിനെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇത്രയുള്ള ക്ലാസിക്കൽ പ്രോബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ ഈസ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എസ്. അതാണ് എന്ത് പറയുന്നത്? ക്ലാസിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ സ്പിന്നർ ഹാസ് 4 സെക്ടേഴ്സ്. ഒരു സ്പിന്നറിന് എന്തുണ്ട്? 4 സെക്ടേഴ്സ് ആണ് ഉള്ളത് ആണല്ലോ. colored yellow, blue, green and red. What are the chances of landing on blue? That means getting on blue after spinning the spinner. What are the chances of landing on red? അപ്പൊ 4 ഒരേപോലത്തെ സെക്ടേഴ്സ് ആണുള്ളത്. സോ ഈക്വലി ലൈക്ലി ആണ്. അപ്പൊ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? 4 സെക്ടേഴ്സ് ആണുള്ളത് അല്ലെ. അപ്പൊ ഒന്നിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. ഒരു സ്പിന്നറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് ഗ്രീൻ ആണ്, ഒന്ന് യെല്ലോ ആണ്, ഒന്ന് റെഡ് ആണ്. ഇനി വാട്ട് ആർ ദി ചാൻസസ് ഓഫ് ലാൻഡിങ്? ദാറ്റ് മീൻസ് ചാൻസസ് മീൻസ് പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൺ ബ്ലൂ ആഫ്റ്റർ സ്പിന്നിങ് ദ സ്പിന്നർ. ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? വളരെ എളുപ്പമല്ലേ. അതായത് മൊത്തവും 4, അതിനകത്ത് ബ്ലൂ കിട്ടുന്ന ഒരു പോർഷൻ അല്ലേ ഉള്ളൂ. സോ ദ പ്രോബിലിറ്റി ഈസ് 1/4. അതുപോലെ വാട്ട് ഈസ് ദ ചാൻസസ് ഓഫ് ലാൻഡിങ് ഓൺ റെഡ്? അതായത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എന്താണ് റെഡ് കിട്ടേണ്ട ചാൻസ്? എന്താണ്? മൊത്തം 4 സെക്ടേഴ്സ് ആണ്, അതിനകത്ത് 1, അതായത് 1/4. ദാറ്റ് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ റെഡ്. ഓക്കെ, കണ്ടോ? എല്ലാത്തിന്റെ ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ 1/4, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ 1/4, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ 1/4, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് 1/4. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ സിംഗിൾ 6-sided ഡൈ ഈസ് റോൾഡ്. ഒരു 6 വശമുള്ള ഒരു ഡൈ ത്രോ ചെയ്യുവാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം? ഓരോ ഔട്ട്കമിന്റെയും പ്രോബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റോളിംഗ് ആൻ ഈവൻ നമ്പർ? What is that of rolling an odd number? അപ്പൊ 6 സൈഡുള്ള ഡൈ റോൾ ചെയ്യാണ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്താന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമുക്കറിയാം ഒരു ഡൈ ആണ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസസ് എന്തായിരിക്കും? 1, 2, 3, 4, 5, 6 ആണ് അല്ലെ. അതിനകത്ത് നമ്മളോട് ചോദിക്കുന്നത് ഓരോന്നും കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, അങ്ങനെ 6 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/6. ഓരോന്നും കിട്ടാനുള്ള പ്രോബിലിറ്റി മൊത്തവും 6 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നും ഇപ്പൊ നിങ്ങൾക്ക് 1 കിട്ടുമ്പോ 1/6, 2 കിട്ടുമ്പോ 2/6, അങ്ങനെയല്ല എഴുതേണ്ടത്. 1 എന്ന് പറയുന്ന ഒന്നാമത്തെ നമ്പർ, 2 എന്ന് പറയുന്ന ഒരു നമ്പർ, 3 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പൊ മൊത്തം 6ൽ 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം ഈസ് 1/6.
ആൻഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റോളിംഗ് ആൻ ഈവൻ നമ്പർ? അപ്പൊ ഇതിനകത്തുള്ള ഈവൻ നമ്പർ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2, 4, 6. അപ്പൊ അതിന് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം. മൊത്തവും 6 എണ്ണം ഉണ്ട് അല്ലെ? അതിനകത്ത് എത്ര എണ്ണം ഈവൻ നമ്പർ? 3 എണ്ണം. സോ 3/6. 3/6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/2. That is the probability of getting an even number. And what is that rolling an odd number? അപ്പൊ ഇതിനകത്തുള്ള ഓഡ് നമ്പർ ഏതൊക്കെയാണ് നോക്കുക. ഓഡ് നമ്പർ എന്ന് പറയുമ്പോ ഏതൊക്കെയാണ്? 1, 3, 5 ആണല്ലേ ഓഡ് നമ്പേഴ്സ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ദാറ്റ് ഈസ് 3/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ദാറ്റ് ഈസ് ഓൾസോ 1/2. അപ്പൊ കണ്ടോ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3, അങ്ങനെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 വരെ 1/6. ഇനി ഈവൻ നമ്പർ കിട്ടേണ്ട പ്രോബിലിറ്റി 3/6 ആൻഡ് ഈ ഓഡ് നമ്പർ കിട്ടേണ്ട പ്രോബിലിറ്റി 3/6. ഈവൻ നമ്പേഴ്സ് 2, 4, 6 ആയതുകൊണ്ടാണ് 3/6. മറ്റേത് എത്രയാണ്? 1, 3, 5 ആയതുകൊണ്ടാണ് 3/6. ഓക്കെ ആണല്ലോ.